ഓനിത് കൊറേ നേരാകും തോന്നല്ലോ. ഇന്ന് തെയ്യം നടത്താനുള്ള പൈസ പിരിക്കാനുള്ളതുകൊണ്ട് മാത്രമാണ് ഇത്ര നേരത്തെ ഓൻ വന്ന് വിളിച്ചപ്പോ ഞാൻ വന്നേ. മനുഷ്യൻ അതിനായിട്ട് മാത്രമാണ് ലീവ് കൊടുത്തേ. അത് പിന്നെ എപ്പോ അങ്ങനെയല്ലേ, അമ്പലത്തിൽ കയറിയ പിന്നെ ആടത്തെ കാര്യങ്ങളൊക്കെ നല്ലതുപോലെ തന്നെയാണ് നടക്കുന്നതെന്ന് അറിയാണ്ട് ഭീമൻ തമ്മിലാണ് സമാധാനം കിട്ടൂലല്ലോ. അല്ല, ഇന്ന് നമ്മ വടക്ക് ഭാഗല്ലേ കവർ ചെയ്യുന്നേ? ആദ്യം ആ ഭാഗമൊക്കെ കവർ ചെയ്യാമെന്നാണ് ഓൻ ഇന്നലെ പറയുന്നുണ്ടായ. അപ്പോ എല്ലാ കൊല്ലത്തെയും പോലെ ആദ്യത്തെ അടി ആടെ തന്നെ ആയിരിക്കും അല്ലേ? അത് പിന്നെ അങ്ങനെയാണല്ല, പിരിവെടുക്കുമ്പോൾ അതിൽ ശത്രുതയൊന്നും നോക്കിയിട്ടല്ലല്ലോ എടുക്കേണ്ടത്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന പരിപാടിയല്ലേ, അതിലൊക്കെ എല്ലാവരുടെയും സാന്നിധ്യം ആവശ്യമാണ്. സോ ആ വീട്ടിലും പോയി പിരിവെടുക്കേണ്ടത് കാവിലെ കമ്മിറ്റി അംഗം എന്ന നിലയിൽ നമ്മുടെ എല്ലാം ഉത്തരവാദിത്തല്ലേ. ആൻഡ് വഴക്കിടണോ വേണ്ടിയോ എന്ന് തീരുമാനിക്കേണ്ടത് അവരാണ്. പിന്നെ നമ്മളായിട്ടല്ലല്ലോ വഴക്കിന് പോവാറ്, അതുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ബ്രഹ്മാത്മകം അതിമനോഹരം വന്ദനം, തില്ലാനയിൽ ആദിതാളലയം പൂജിതം. യമുനയാற்றிലെ ഈരക്കാற்றிലെ கண்ணனோடுதானாடு பார்வை பூத்திட பாதை பார்த்திட பாவைராதையோ வாட இரவும் போனது பகலும் போனது மன்னன் இல்லையே கூட இளைய கண்ணியின் இமைத்திடாத கண் எங்கும் அங்குமே தேட. ഒരു പൂവിലെ നിശാശലഭം തൊട്ടുണർത്തും യാമമാ നറുമഞ്ഞും നിലാകുളിരും. ഇതാര് ചാരുലേഖയോ? യാദവേട്ടാ, ഇന്നലെ യാദവേട്ടന്റെ അമ്മ കുറച്ച് പായസം തന്നിനു. ഞാൻ അതിന്റെ പാത്രം കൊടുക്കാനായി ചെന്നപ്പോ വീട്ടിൽ ആരും ഇല്ലേനു. അതുകൊണ്ട് പാത്രം ഞാൻ ഉമ്മറത്ത് വെച്ചിട്ടാണ് വന്നേ. യാദവേട്ടൻ വീട്ടിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അതൊന്ന് എടുത്തു വെച്ചേക്കണേ. അമ്മ രാവിലെ തന്നെ മേമീന്റെ വീട്ടിൽ പോയിനി, അതുകൊണ്ട് അത് ആരും ഇല്ലാഞ്ഞേ. ഞാൻ പോകുമ്പോ എടുത്തു വെച്ചോളാം. ഗോവിന്ദ ഗോവിന്ദ
ആ എന്നാ ഞാൻ പോവാണേ. മാലയും മാറോടലിഞ്ഞു. അതൊരു പാവം കൊച്ചാണല്ലേ. ആ, ഓളെ വീട് എന്റെ വീടിന്റെ തൊട്ടപ്പുറത്താണ്. വീട്ടിൽ ഓളെ വയ്യാത്ത അമ്മയും മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഓളാണ് വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കുന്നേ. അപ്പോ ആ കുട്ടിക്ക് കുടുംബക്കാരായിട്ട് ആരുമില്ലേ? അങ്ങനെ ആരുമില്ല ഓൾക്ക്. ഓളുടെ അച്ഛനും അമ്മയും ലവ് മാരേജ് ആയിരുന്നു. ബന്ധുക്കളെല്ലാം ഉപേക്ഷിച്ചതാ അവര്. അച്ഛനാണെങ്കിൽ ചെറുപ്പത്തിൽ തന്നെ മദ്യപാനം മൂലം മരിച്ചതാ. ഇപ്പോ അമ്മയാണെങ്കിൽ തളർവാദം പിടിച്ച് കിടപ്പിലാണ്. അപ്പോ കുറച്ച് കഷ്ടത്തിലാണല്ലേ കാര്യം? ആ, ഞാനാണ് ഓൾക്ക് സ്കൂളിലെ ജോലി ശരിയാക്കി കൊടുത്തത്. ഇപ്പോ നമ്മുടെ സ്കൂളില്ലേ, ആടത്തെ LP വിഭാഗം ടീച്ചറാണ്. എന്താ ഏട്ടനോളെ സഹായിക്കാൻ വല്ല പ്ലാൻ ഉണ്ടോ? എന്നോട് ഓള് വല്ല സഹായം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തായാലും അത് ചെയ്തു കൊടുക്കും. അത് പിന്നെ അങ്ങനെയാണല്ലോ, നാട്ടുകാരെ ഒന്നും സഹായിച്ചിട്ടില്ലെങ്കിൽ ഇവന് ഉറക്കം വരില്ലല്ലോ. ആ, പിന്നെ നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താടാ കാര്യം? അടുത്ത ആഴ്ച എനിക്കൊരു പെണ്ണ് കാണലുണ്ട്. അതിന് നിനക്ക് കല്യാണപ്രായമായോ? അല്ല മോനെ, ഇപ്പോഴും പ്രായം 10-20 എന്നാണോ വിചാരം? എനിക്ക് അടുത്ത കൊല്ലം 30 ആകൂ. അതിപ്പോ നമുക്കും അടുത്ത കൊല്ലം 30 ആകില്ലേ? നിങ്ങളെ പോലെ സന്യാസിക്കാനൊന്നും എന്നെ കിട്ടില്ല. ഞാൻ പെണ്ണും കുടുംബമൊക്കെ ആയി ജീവിക്കാൻ പോക്കാണ്. ആ, അതെന്തെങ്കിലും ആവട്ടെ. എന്തായാലും നമ്മുടെ കൂട്ടത്തിലെ ആദ്യത്തെ ആളെ പെണ്ണ് കാണലല്ലേ, നമ്മളെന്തായാലും പെണ്ണ് കാണലിന് വരും. ആ, നിങ്ങൾ എന്റെ കൂടെ വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പൊ തന്നെ ഈ കാര്യം പറഞ്ഞേ. അത് പിന്നെ പറയണ, നമ്മ എന്തായാലും ഒത്തിരിക്കും. എന്നാ നമുക്ക് കമ്മിറ്റി ഓഫീസിലേക്ക് ചെന്നാലോ? ആ അടച്ചെന്ന് കൂപ്പൺ എടുത്തിട്ട് വേണ്ടേ പിരിവെടുക്കാൻ പോവാൻ? യാദവേട്ടന്റെ അമ്മക്ക് നിന്നെ നല്ല കാര്യാണെന്ന് തോന്നല്ലോ. ആ, ഓരോ വീട്ടില് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കിയാല് എനക്കും അമ്മക്കും കൊണ്ടുതരുത്തുണ്ട്. പക്ഷേ എന്റെ വീട് നിന്റെ വീടിന്റെ തൊട്ടപ്പുറത്തല്ലേ, എന്നിട്ട് നമ്മക്കൊന്നും കൊണ്ടുതരത്തില്ലല്ലോ ചാരു. അണേ, അവരെനിക്ക് തരുന്നൊക്കെ നിങ്ങക്ക് വാങ്ങാൻ പ്രാപ്തിയുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ വീട്ടില് ഞാനും അമ്മയും മാത്രല്ലേ ഉള്ളൂ. പിന്നെ നീയും എനക്ക് വീട്ടിലെന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കിയാല് കൊണ്ടുതരത്തില്ലേ? അത്ര തന്നെ. എനക്ക് പക്ഷെ അങ്ങനെയൊന്നല്ല തോന്നുന്നേ. ചിലപ്പോ യാദവേട്ടന്റെ അമ്മക്ക് നിന്നെ യാദവേട്ടനെ കൊണ്ട് കെട്ടിക്കാൻ വല്ല പ്ലാൻ ഉണ്ടാക്കും. നീയാണെങ്കില് നല്ല ചുന്ദരി കുട്ടിയല്ലേ, പറയാൻ പറ്റൂല. അണേ, നീ വേണ്ടാത്തൊന്നും പറയല്ല, മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട്. അണേ, യാദവേട്ടൻ എന്താ കുറവ്? സ്റ്റേഷൻ SI അല്ലേ, നിന്നെ പൊന്നുപോലെ യാദവേട്ടൻ നോക്കൂ. ദേ രുദ്ര, വേണ്ട. ഞാൻ എന്റെ ഏട്ടന്റെ സ്ഥാനത്ത് നിന്ന് അവളെ കാണുന്നു. നീ വേണ്ടാത്തൊന്നും പറയല്ല. ഉയ്യ്, ഞാൻ വെറുതെ പറഞ്ഞാന്നിപ്പാ, നീ സാഡാവല്ല. ഓ എന്റെ പൊന്നോ, സോറി, ഞാൻ വെറുതെ പറഞ്ഞാന്നിപ്പാ, നീ അത് വിട്ടാളാ. എന്തേ രവി, പെങ്കൊച്ചിന്റെ കല്യാണമൊക്കെ ഗംഭീരമായിട്ട് നടത്തിയല്ലോ. അതും എന്റെ കയ്യിൽ നിന്ന് പലിശക്ക് കടം വാങ്ങിയിട്ട്. ഇതിപ്പോ എനക്ക് പലിശ താൻ തന്നിട്ട് തന്നെ 2 മാസം ആയല്ലോ രവി. എനക്ക് ഹാർട്ടിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞ മാസാണ് കഴിഞ്ഞ്. ആശുപത്രി ചെലവൊക്കെ ഒരുപാടായി പത്ര കുഞ്ഞ്. എനക്ക് കുറച്ചു മാസം കൂടി സമയം നീട്ടി തരണം. കുഞ്ഞോ? ആരുടെ കുഞ്ഞ്? തന്റെ മടി കിടന്നാണോ എനക്ക് പേരിട്ടത്? ക്ഷമിക്കണം വീരഭദ്രൻ സാറേ, എനക്ക് കുറച്ചു സമയം കൂടി നീട്ടിത്തരണം. ഹാ അസത്തെ.
അതിന്റെ മോനെ, നിന്റെ അച്ഛന്റെ പ്രായം ഉണ്ടല്ലോ രവിയേട്ടന്, എന്നിട്ട് അയാളെ ചവിട്ടാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്ന് ചെറ്റൻ? ഭീമ, എന്റെ വീട്ടുമുറ്റത്ത് വന്ന് നിന്ന് എന്നെ ചവിട്ടി വീഴ്ത്താൻ മാത്രം നീ വളർന്നോ ഭീമ? നീ എന്റെ വീട്ടുമുറ്റത്ത് വന്ന് നിന്ന് എന്നെ ചവിട്ടി തെറിപ്പിച്ചു. ഇതിനുള്ളത് വടക്കൻ വീട്ടിൽ വീരഭദ്രൻ തന്നിരിക്കൂ. നീ ചെയ്യുന്ന എന്ത് ചെറ്റത്തരോ നിന്റെ ഈ ആംഗ്ല വൈകർദ്ധനെ നോക്കി നിൽക്കുന്ന പോലെ ഞാൻ നോക്കി നിൽക്കത്തില്ല. അതിന് ശങ്കരമംഗലത്ത് ഭീമൻ ഒന്നുകൂടി ജനിക്കണം. ഇറങ്ങി പോടാ എന്റെ വീട്ടുമുറ്റത്ത് നിന്ന്. മോനെ, ഞാൻ കാരണം നിങ്ങള് കുടുംബക്കാര് തമ്മില് വീണ്ടും വഴക്കായല്ലേ? ഒരേ രക്തമാണെന്നേ ഉള്ളൂ രവിയേട്ടാ, പക്ഷേ അങ്ങനെയൊന്നും ഞങ്ങൾക്കിടയിലില്ല. രവിയേട്ടൻ അതൊന്നും കാര്യാക്കണ്ട. ഞങ്ങൾ ഇങ്ങനെ തന്നെയാന്ന് ഈ നാട്ടിലെ എല്ലാവർക്കും അറിയുന്ന തന്നെയല്ലേ. അതേ രവിയേട്ടാ, അത് കാര്യമാക്കി എടുക്കണ്ട. രവിയേട്ടാ, വീരഭദ്രന് എത്രയാ കൊടുക്കാനുള്ളതെന്ന് വെച്ചാ പറ, ഞാൻ തരാം. അയ്യോ കുഞ്ഞെ, അതൊന്നും വേണ്ട. അതല്ല രവിയേട്ടാ, അതാണ് നല്ലത്. വീരഭദ്രൻ ആളത്ര വെടിപ്പല്ല. അതുകൊണ്ട് ഏട്ടൻ എത്രയാന്ന് വെച്ചാ പറ, ഞാൻ കൊടുത്തുവിടാം. നന്ദിയുണ്ട് കുഞ്ഞെ. എന്തിന്റെ പേരിലായിരുന്നു ഭീമ ഇന്നത്തെ കോലാഹലം? ചോദിച്ചത് കേട്ടില്ലേ ഭീമ? എന്തേ നിന്റെ നാവ് ഇറങ്ങിപ്പോയോ? ഓൻ ചെയ്തു കൂട്ടുന്ന നെറികേടുകൾ എനിക്ക് കണ്ടെടുക്കാനായില്ല. അതുകൊണ്ട് ഞാൻ പ്രതികരിച്ചു. നിങ്ങള് ഒരേ രക്തമാണെന്നുള്ള കാര്യം മറക്കേണ്ട ഭീമ. പിന്നീട് ഒരു കാലത്ത് ഇതൊക്കെ ഓർത്ത് പശ്ചാത്തപിക്കേണ്ടി വരും. ആ ബോധം എനക്ക് മാത്രം ഉണ്ടായ പോരല്ലോ അച്ഛാ. പോത്തിനോട് വേദം ഓതിയിട്ട് കാര്യമില്ലല്ലോ. എത്ര പറഞ്ഞാലും നന്നാകില്ലെന്ന് വെച്ചാല് ഇവൻ നന്നാകണമെങ്കിൽ ഒരു പെണ്ണും കുടുംബമൊക്കെ ആകണം. എന്തിന്? ജോലിയും കൂലിയും ഇല്ലാത്ത ഇവനെ പെണ്ണ് കെട്ടിക്കാനോ? എന്നിട്ട് ആ കൊച്ചിനെയും കൂടി നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാനാണോ? നിങ്ങൾ രണ്ടാളെ ഉപദേശം കഴിഞ്ഞെങ്കിൽ എനക്കൊന്ന് പോയി കുളിക്കണോ? ഭീമ, നീ കട്ടിലിരുന്നേ കയ്യും കാലെല്ലാം മുറിവായിട്ട് വന്നിനി. ഭീമ, അമ്മ പറയുന്നോണ്ടൊന്ന് തോന്നറ്. നിനക്കിത് എത്ര വയസ്സായെന്ന വിചാരം? പെണ്ണ് കെട്ടുന്ന പ്രായമായി നിനക്ക്. പെണ്ണ് കെട്ടുന്നത് പോട്ടെ, നിനക്കൊരു നല്ല ജോലി ഉണ്ടോ ഭീമ? അറിയാം, ഇവിടെ ജീവിക്കാൻ ജോലിയൊന്നും വേണ്ട. കാരണവന്മാരായിട്ട് കുറെ സമ്പാദിച്ചു കൂട്ടിയിട്ടുണ്ട്. നീയാണേ പറമ്പിലെ തെങ്ങിന്റെയും കങ്ങിന്റെയും മറ്റു കണക്ക് നോക്കി നടക്കുന്നു. അത് അമ്മക്കറിയാ. പക്ഷേ നീ കുറെ പഠിച്ചല്ലേ ഭീമ, അതൊക്കെ പിന്നെ വെറുതെ ആകില്ലേ? അമ്മ ആരെക്കാളും നന്നായി അമ്മക്ക് എന്നെ അറിയില്ലേ? എനക്ക് പഠനത്തിലൊന്നും താല്പര്യം ഇല്ലാഞ്ഞിട്ട് കൂടി പഠിച്ചൊരു ഡിഗ്രി എടുത്തത് അച്ഛന്റെ നിർബന്ധപ്രകാരം മാത്രമാണ്. എനിക്ക് പണ്ട് തൊട്ടേ പറമ്പിലെയും പാടത്തിലെയും ഒക്കെ കാര്യങ്ങൾ നോക്കി നടത്താനാണ് ഇഷ്ടമെന്ന് ഇവിടെയുള്ള എല്ലാവർക്കും അറിയില്ലേ. പിന്നെ എന്തിനാ എന്നോട് ഇപ്പോ ഇതെന്നെ ചോദിച്ചോണ്ടിരിക്കുന്നേ? ഭീമ, നിന്റെ കൂട്ടുകാർക്കൊക്കെ ഒരു ജോലിയായില്ലേ, നീ മാത്രം ഇങ്ങനെ? അമ്മ മതി, നിർത്ത്. ഇതിന് എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് എനക്കറിയാം.
പോട്ട്, നിനക്ക് ജോലിക്ക് പോകാൻ താല്പര്യമില്ല. എന്നാ നിനക്കൊന്ന് പെണ്ണ് കെട്ടിക്കൂടെ? നിന്റെ കല്യാണം കാണാൻ നമുക്കൊക്കെ നല്ല ആഗ്രഹമുണ്ട് ഭീമ. എനക്ക് എന്റെ മനസ്സിന് ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടീനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാനത് നിങ്ങളോട് പറഞ്ഞോളാം. ഇനി ആ പേരും പറഞ്ഞ് എന്നെ ശല്യം ചെയ്യാൻ നിൽക്കണ്ട. ഇനിയിപ്പോ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അടുത്ത ഡയലോഗ് എനിക്ക് എന്റെ പേരക്കുട്ടികളെല്ലാം കാണാൻ ആഗ്രഹം ഉണ്ടാകില്ല എന്നായിരിക്കും. ഇതെല്ലാം എനക്ക് അറിയുന്ന തന്നെയല്ലേ. മാലു, മാലു, ദേ ശങ്കരമംഗലത്തെ സേതുമാധവന്റെ വിളിയെത്തിയല്ലോ. മാലതി തമ്പുരാട്ടി സമയം കളയാതെ ചെല്ലാ നോക്ക്. അയ്യോ സാറേ, ഞാൻ 2 ദിവസത്തിനുള്ളില് എങ്ങനെയെങ്കിലും പൈസ അങ്ങ് എത്തിക്കാം. ഇവിടെ വെച്ചൊരു പ്രശ്നം ഉണ്ടാക്കല്ലേ. കുഞ്ഞുങ്ങളൊക്കെ ഉറങ്ങുവാ. രവിയേട്ടൻ നാളെ എന്റെ ഏട്ടന്റെ കയ്യില് ഈ പണം അങ്ങ് കൊടുത്താ മതി. എനിക്ക് മനസ്സിലായില്ല. മനസ്സിലാക്കാനായി ഒന്നുമില്ല. രവിയേട്ടൻ എന്റെ ഏട്ടന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ പൈസക്ക് പകരം ഈ പണം അങ്ങ് കൊടുത്താ മതി. രാവിലെ അങ്ങനെയൊക്കെ നടന്നതില് ഞാൻ ക്ഷമ ചോദിക്കുന്നു. അയ്യോ കുഞ്ഞെ എന്നോട് ക്ഷമയൊന്നും ചോദിക്കണ്ട. ഞാൻ ഉടനെ തന്നെ ഈ പണം കുഞ്ഞിന് തിരികെ നൽകാം. അത് വേണ്ട, എനിക്ക് ഈ പണം ഇനി തിരികെ വേണ്ട. ഇനി ഈ പണം തിരികെ തരുന്ന കാര്യം ഓർത്ത് രവിയേട്ടൻ ടെൻഷൻ അടിക്കണ്ട. എന്നാ ഞാൻ ഉറങ്ങുവാണേ. വൈകരുതനും കുഞ്ഞ് നല്ലവനാണ്. ആന്റി എന്താ ഈ നേരത്ത്? ഞാനിന്ന് എന്റെ അനിയത്തിന്റെ വീട്ടിൽ പോയിനി. അപ്പോ ഓളെ മോൻ ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ടായിനി. അപ്പൊ ഓള് കുറച്ച് മുട്ടായി തന്നെയാണ്. ആന്റി അനക്കന്ന് തന്നിനല്ലോ. ഇതിപ്പോ യാമി വീട്ടിലില്ലല്ലോ, നിനക്ക് തരാന്ന് വെച്ച്. എനക്ക് ഷുഗർ അല്ലേ, പിന്നെ യാതൊരുവിധവും തിന്നൂലാന്ന്. സരസ്വതി ആന്റി ഒറ്റക്കാണോ ഇങ്ങോട്ട് വന്നേ? അല്ല, ഗേറ്റിന്റെ മുമ്പില് യാദവ് ടോർച്ചും പിടിച്ച് നിൽക്കുന്നുണ്ട്. അമ്മ കിടന്നാ മോളെ? ആ, മരുന്ന് കുടിച്ചിട്ട് കിടന്നിട്ടുണ്ട്. കാണണോ? ഉറങ്ങിയിട്ടുണ്ടാവില്ല. ഏയ് വേണ്ടപ്പാ, മോളെന്നെ കാത്തുക്കുന്നുണ്ടാവും. ഞാനെന്നാ ചെല്ലട്ടെ. മോളെന്നാ വാതിലടിച്ച് അകത്ത് കയറിക്കോ. ചിലപ്പോ യാദവേട്ടന്റെ നമുക്ക് നിന്നെ യാദവേട്ടനെ കൊണ്ട് കെട്ടിക്കാനുള്ള പ്ലാൻ ഉണ്ടാക്കും. എന്റെ കൃഷ്ണ, രാവിലെ രുദ്ര പറഞ്ഞതുപോലെ എങ്ങാനോ ആവല്ലേ കാര്യങ്ങള്. ദേ, യാദവേട്ടൻ എനക്ക് എന്റെ ഏട്ടനെ പോലെയാണേ കൃഷ്ണ. യാദവേട്ടന്റെ അമ്മക്ക് അങ്ങനെ എന്തെങ്കിലും മോഹമുണ്ടെങ്കിൽ അതൊന്ന് മാറ്റിക്കൊടുത്തേക്കണേ. ആരാ ചാരു വന്നേ? സരസ്വതി ചേച്ചിയാണോ? ആ, സരസ്വതി ആന്റിയാണമ്മേ. കുറച്ച് മിഠായി തരാൻ വന്നെയാണ്. സരസ്വതി ചേച്ചിക്ക് നിന്നെ നല്ല കാര്യാണ്. എന്റെ അവസാനത്തെ ആഗ്രഹം ഇനി നിന്നെ ഒരാളെ കൈപിടിച്ചേൽപ്പിക്കുക മാത്രമാണ്. എനക്കിനി എത്ര നാൾ ആയുസ് ഉണ്ടാകുമെന്ന് അറിയില്ലല്ലോ. എന്നെ ഒറ്റക്കാക്കി ഞാൻ എങ്ങനെയാ? അമ്മേ, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയൊന്നും പറയില്ലെന്ന്. പിന്നെ എന്റെ മനസ്സിലെ ആദ്യമൊക്കെ ഞാൻ ആരോടാ പറയാ ചാരു? ഞാൻ എപ്പോ വേണേലും പോവാ. അതെല്ലാം മുന്നിൽ കണ്ട് നീ സ്വയം തയ്യാറാകണം. അമ്മക്കൊന്നും പറ്റൂല. അമ്മേന്റെ അസുഖമെല്ലാം വേഗം മാറും. ചാരു മോളെ, നീ കരയാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഈ പറയുന്നേ. നീ ഇങ്ങനെ തൊട്ടാവാടിയായാല് എങ്ങനെയാ? കുറച്ച് ധൈര്യമൊക്കെ വേണം ചാരു ജീവിക്കണമെങ്കിൽ. ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് നിന്റെ അച്ഛനെ പ്രണയിച്ച് വിവാഹം കഴിച്ചതാണ്. എന്നിട്ട് ഇപ്പൊ എന്തായി? എന്റെ വാക്കൊന്നും കേൾക്കാതെ പണിക്കും പോകാതെ കിട്ടുന്ന പൈസക്കൊക്കെ കള്ളും കുടിച്ച് നടന്നിട്ട് ഇപ്പൊ എന്തായി? നീ കുഞ്ഞായിരുന്നില്ലേ അപ്പോ?
അയാള് മരിച്ചതിൽ പിന്നെയല്ലേ നമ്മൾ രണ്ടുപേരും സമാധാനം എന്താന്ന് അറിഞ്ഞേ. നീയും കണ്ടത് തന്നെയല്ലേ കുടിച്ചിട്ട് വന്ന് എന്നെ വഴക്കു പറയുന്നതും തല്ലുന്നതും ഒക്കെ. അതുപോലെ ഒരാൾക്ക് മാത്രം ഞാൻ എന്റെ ചാരുവിനെ കൊടുക്കില്ല. കള്ളുടിക്കുന്ന ഒരാൾക്കും ഞാൻ എന്റെ മോളെ കൊടുക്കില്ല. അമ്മ മതി, എനിക്ക് അയാളെ കുറിച്ച് ഒന്നും കേക്കണ്ട. വെറുത്തതാ ഞാന്. എന്റെ മോളെ എനക്ക് നല്ലൊരാൾക്ക് കെട്ടിച്ചു കൊടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. എന്തെങ്കിലും ബുദ്ധിമുട്ടങ്ങാനും തോന്നിച്ചിട്ടുണ്ടെങ്കിൽ കെട്ടിച്ചു വിട്ട ആളെ വീട്ടിൽ നിക്കണ്ട കേട്ടോ. ദേ ഇത് നിന്റെ വീടാണ്, ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഒറ്റക്ക് ജീവിച്ചോളാ. മതി, സമയം ഒരുപാടായി. അമ്മ ഉറങ്ങിയാട്ടെ. രുദ്ര, എന്താ അമ്മേ, നിനക്ക് എത്ര വയസ്സായി? അതെന്താ അമ്മക്കറിയില്ലേ എനക്ക് എത്ര വയസ്സായിന്ന്? എനക്കറിയാം, നീ മറന്നെങ്കിൽ നിന്നെ ഒന്ന് അത് ഓർമ്മിപ്പിക്കാനായിട്ട് വന്നതാണ് ഞാന്. അല്ല, അമ്മക്കിപ്പൊ എന്താ വേണ്ട? മനസ്സിലാവാത്തോണ്ട് ചോദിക്കുന്നതാണ്. നീ കല്യാണത്തിന് സമ്മതിക്കണം, അതാണ് എനക്ക് വേണ്ട. ഞാൻ നീയെ പറ്റിയിട്ട് മുന്നേ അമ്മേനോട് പറഞ്ഞല്ലേ, എനിക്കിപ്പോ കല്യാണത്തിന് താല്പര്യമില്ല. രുദ്ര, ദേ നിനക്ക് വയസ്സ് 26 നിന്റെ ഈ പ്രായത്തിലാണ് ഞാൻ 2 പെറ്റത്. ആ കാലല്ലേ ഈ കാലം. ഞാൻ എനിക്ക് തോന്നുമ്പോ വിവാഹം കഴിക്കൂ, അല്ലെങ്കിൽ കഴിക്കൂല. അതെനിക്കൊന്ന് കാണണല്ലോ. അമ്മ ചേച്ചി ഇത് രാവിലെ തന്നെ തുടങ്ങിയാ? ദേ നമ്മൾ രണ്ടാളും സംസാരിക്കുന്നതിന്റെ ഇടക്ക് നീ വരേണ്ട യുക്ത. എന്തായാലും നമുക്ക് ഇന്നത്തേക്കുള്ളതിനായില്ലേ, ഞാൻ പോന്ന്. നീ ഒന്നും തിന്നാണ്ടാണോ പോന്ന്? ഇതാ രവിയേട്ടാ, വീരഭദ്രന് കൊടുക്കാനുള്ള പണം. അത് കുഞ്ഞേ, എന്താ രവിയേട്ടാ, വീരഭദ്രൻ വീണ്ടും പ്രശ്നത്തിന് വന്നു? പിന്നെന്താ? അതിന്നലെ വൈകർദ്ധനം കുഞ്ഞ് ഇവിടെ വന്നിരുന്നു. കുഞ്ഞ് എനിക്ക് ഭദ്രൻ സാറിന് കൊടുക്കാനുള്ള പണം തന്നു മോനെ. പണം എനിക്ക് തന്നപ്പോൾ വൈകർദ്ധനം കുഞ്ഞ് പറഞ്ഞത് കുഞ്ഞിനെ പണം തിരികെ വേണ്ടെന്നാണ്. നിർബന്ധിച്ചാണ് എനിക്ക് ആ പണം കുഞ്ഞ് നൽകിയത്. അവനവന്റെ ഏട്ടനെ പോലെയല്ല. പണം തന്നിട്ടുണ്ടെങ്കിൽ വിശ്വസിച്ചു വാങ്ങാം. പക്ഷെ എന്റെ ഒരു സന്തോഷത്തിന് രവിയേട്ടൻ ഈ പണം വാങ്ങണം. വേണ്ട കുഞ്ഞെ, ഞാൻ പണം ഭദ്രൻ സാറിന് തിരികെ കൊടുത്തല്ലോ, ഇനി എനിക്കെന്തിനാ പണം? രവിയേട്ടന് കഴിഞ്ഞ മാസമല്ലേ ഹാർട്ടിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞത്. മരുന്നിനും മറ്റുമായി പണം വേണ്ടതല്ലേ. പിന്നെ മക്കളെ പഠിത്തത്തിന്റെ ചെലവൊക്കെ ഇല്ലേ. ഇത് വെച്ചോ. എന്നാ ശരി രവിയേട്ടാ, റെസ്റ്റ് എടുത്തോ. ചാരുലേഖേ, സുഖം തന്നെയല്ലേ? നമ്മള് തമ്മിൽ ഒരു കരാറുള്ളത് ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഉണ്ട്. അതിന്റെ കാലാവധി കഴിയാൻ എനിക്ക് 6 മാസം സമയമില്ലേ? ഞാൻ മുടങ്ങാതെ പലിശ തരുന്നുണ്ടല്ലോ. ആ, അതൊക്കെ നേരെന്നെ. ഞാൻ നിന്നെ കണ്ടപ്പോ ഇതൊക്കെ ഒന്ന് ഓർമ്മിപ്പിക്കാമെന്ന് കരുതി. ആ കാര്യം ഞാൻ മറക്കത്തില്ല. വഴിയുന്ന മാറിയാൽ ഞങ്ങൾക്ക് പോകായിരുന്നു. അതിനെന്താ, കൊച്ചമ്പ്രാട്ടിക്ക് വേണ്ടി അടിയനിതാ വഴിമാറി തരികയാണ്.
ഈ വൈകർധനെ എനിക്ക് മനസ്സിലാകുന്നില്ല. ഓനോന്റെ ഏട്ടൻ ചെയ്യുന്നതൊക്കെ തെറ്റാണെന്ന് അറിയാം, എന്നിട്ടും എന്തിനാ ഓൻ ചെയ്യുന്നതിനൊക്കെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന എനിക്ക് മനസ്സിലാവാത്തെ. ഉള്ളില് നന്മയും കൊണ്ട് നടന്നിട്ട് എന്താ കാര്യോ? സപ്പോർട്ട് ചെയ്യുന്നത് ആ നാറി വീരഭദ്രനെ അല്ലേ? എന്നാ ഞാൻ വീട്ടിൽ പോട്ട്, ഇപ്പോഴേ ചെന്നില്ലെങ്കിൽ വീട്ടിൽ കേട്ടില്ല. ആ ഞാനും പോക്ക. വീരന്റെയും വൈകൃതന്റെയും കാര്യം പറഞ്ഞാല് ഇന്ന് വീട്ടിൽ പോക്ക് നടക്കണ്ടാവൂല. ചാരു മോളെ ഒന്നിങ്ങ് വന്നേ. എന്താ അമ്മ? നീ ഇവിടെ ഇരിക്ക്, നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അമ്മക്ക്. ഇന്ന് സരസ്വതി ചേച്ചി ഇവിടെ വന്ന് എന്നോട് കുറേ നേരം സംസാരിച്ചിരുന്നു. അപ്പോ ഞാൻ നിന്റെ കല്യാണക്കാര്യം പറഞ്ഞിരുന്നു. സരസ്വതി ചേച്ചി ബ്രോക്കറോട് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അമ്മ എനിക്കിപ്പോ ചാരു മോളെ, എനിക്കിപ്പോ ഒരാളെ കൈപിടിച്ച് ഏൽപ്പിക്കണം. എനിക്കിനി എത്ര നാൾ ആയുസുണ്ടാകുമെന്ന് അറിയില്ല മോളെ. എന്റെ അവസാനത്തെ ആഗ്രഹമാണ് നിന്റെ കല്യാണം. മോള് സമ്മതിക്കണം. അമ്മ, എനിക്ക് കല്യാണത്തിന് എതിർപ്പൊന്നുമില്ല, പക്ഷേ അതിനൊക്കെ നല്ല ചെലവാകോ? ഇപ്പോഴത്തെ നമ്മളുടെ അവസ്ഥ അമ്മയ്ക്കറിയില്ലേ? ഈ വീട് നമുക്ക് പണയപ്പെടുത്താം. നിനക്കിപ്പോൾ വരുമാനമായില്ലേ? നിനക്ക് ഈ വീട് പണയപ്പെടുത്തിയാല് തിരിച്ചടക്കാനുള്ള പ്രാപ്തിയായില്ലേ? നീ എന്താ ഒന്നും മിണ്ടാത്തെ ചാരു? നിനക്ക് സമ്മതക്കുറവുണ്ടോ? അമ്മക്ക് സന്തോഷായി മോളെ. ഞാൻ എങ്ങനെ അമ്മയോട് പറയാ ഈ വീട് പണയത്തിലാണുള്ളതെന്ന്? അമ്മന്റെ ചികിത്സക്ക് വേണ്ടി ഈ വീട് പണയപ്പെടുത്തിയെന്ന് ഞാൻ എങ്ങനെ പറയാ? എന്റെ കൃഷ്ണ. എന്താ അർജുൻ രാവിലെ തന്നെ? എടാ, മറ്റേ പടിഞ്ഞാറ്റ് പാർവേച്ചിയില്ലേ, ഇന്ന് പുലർച്ചെ മരണപ്പെട്ടു. അയ്യോ, എങ്ങനെ മരിച്ചേ? വയ്യാത്തതല്ലേ, അതിൻ്റെതാണെന്നാ പറഞ്ഞേ. പക്ഷേ കാര്യം എന്താന്ന് വെച്ചാല് അവരുടെ മകൾ ഇപ്പോൾ ഒറ്റയ്ക്കാണെന്ന് മാത്രം. നിങ്ങൾ എന്നിട്ട് അവിടെ എത്തിയാ? ഞാൻ പോവാ നിക്കേന്ന്, നീയും വേഗം വാ. ആ, ഞാൻ വേഗം തന്നെ വരാൻ നോക്കാം.
അമ്മേ, അമ്മ ഇന്ന് ചാരുവിന്റെ കൂടെ കിടന്നോ? അവളൊറ്റയ്ക്കല്ലേ? ആ, ഞാൻ കിടന്നോളാം. പിന്നെ സരസ്വതി ചേച്ചി എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചേക്ക്. ചാരു, നീ ഇങ്ങനെ കരഞ്ഞു വരുന്നതും വരുത്തി വെക്കല്ലേ. മോളെ, രാവിലെ തൊട്ട് ഇങ്ങനെ ഇരിക്കുന്നതല്ലേ, കുറച്ചു നേരം കിടക്ക്. അല്ലെങ്കിൽ നീ ഒന്ന് ഫ്രഷ് ആയിട്ട് വാ, എന്നിട്ട് കിടന്നോ. ആ ചാരു, നീ ഒന്ന് ഫ്രഷ് ആയിട്ട് വാ. ആന്റി ഇവിടെ നിൽക്കില്ലേ? എന്നെ കുറെ നേരമായി അമ്മ വിളിച്ചോണ്ടിരിക്കുന്നു. ഒന്ന് പോയി നോക്കിയിട്ട് വരാം ഞാന്. ആ, ചാരു വന്നാലൊന്ന് പറഞ്ഞേക്കണേ. ആ, പറയാം. അമ്മ, ഇപ്പോഴാണ് ഇങ്ങോട്ട് എഴുന്നള്ളാൻ തോന്നിയേ. എന്തിനാ എന്നെ പിന്നെ വിളിച്ചോണ്ടിരുന്നേ? ചാരപ്പുറത്ത് ഒറ്റക്കല്ലേ, ഓളെ കൂടെ ആരും ഇല്ലല്ലോ അമ്മ. ആടെ സരസ്വതേച്ചിയല്ലേ, പിന്നെന്താ? ഞാൻ ഓളെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ, ഓളെ കൂടെ കൂട്ടിയിരിക്കേണ്ടത് ഞാനല്ലേ. ഓ, ഇവളെ കൊണ്ട് എന്നെ ബെസ്റ്റ് ഫ്രണ്ട് ഒക്കെ തന്നെ, പക്ഷെ ഓൾക്കിപ്പോ ആരും ഇല്ലല്ലോ. നീ അവിടെ ഓളെ കൂടെ നിന്നാ പിന്നെ ഓൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരേണ്ടി വരും. അമ്മ സെൽഫിഷ് ആകുവാണേ. അവൾ എങ്ങനെയാണ് ഒറ്റക്ക് നിർത്തുക? ദേ രുദ്ര, എന്റെ വാലിരിക്കുന്നത് കേൾക്കാൻ നിൽക്കണ്ടേ, നീ പോയി കിടന്നുറങ്ങിക്കോ. അല്ലേ തന്നെ ഇവിടെയുള്ള രണ്ടെണ്ണത്തിന് എങ്ങനെ കെട്ടിച്ചു വിടാന്ന തന്ത്രപ്പാടിലാണ് ഞങ്ങളൊക്കെ. ഇനി ആ പെണ്ണിനെയും കൂടി നോക്കിയിട്ട് ഓളെ ബാധ്യത കൂടി ഞങ്ങൾ കേൾക്കാൻ വയ്യ രുദ്ര. അമ്മ ഇന്നും ചാരുവിന്റെ കൂടെയാണോ കിടക്കുന്നേ? അല്ല, ആടെ ഓളത്തിൽ കിടക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ ആടെ ഭയങ്കര കൊതുകുണ്ട്. എനിക്ക് മര്യാദക്ക് ആടെ കിടന്ന് ഉറങ്ങാനും പറ്റുന്നില്ല. അപ്പോ ഓളാടെ ഒറ്റക്കാക്കുവാണോ ചെയ്യുന്നേ? ഞാൻ മറ്റോളെ ഫ്രണ്ട് ഇല്ലേ, സുജയന്റെ മോള്, ഓളോട് ചാരുവിന്റെ കൂടെ കിടക്കുവോന്ന് ചോദിച്ചിട്ടുണ്ട്. ആന്നാ ഓള് പറഞ്ഞേ. ഇപ്പോ ചാരുവിന്റെ അവസ്ഥ എങ്ങനെയാ? ഞാനിന്ന് കണ്ടിട്ടേ ഇല്ല. ഇന്നലെ വരെ നല്ല കരച്ചിലായിരുന്നു. ഇന്ന് കരയുന്നത് കണ്ടിട്ടില്ല. ഓളമ്മ മരിച്ചിട്ട് ഇപ്പൊ 3 ദിവസമായില്ലേ. കൊറേ പറഞ്ഞ് സമാധാനിപ്പിച്ചുകൊണ്ട് കുറച്ച് കുറവുണ്ട്. പോയാളെ പറ്റി ഓർത്ത് സങ്കടപ്പെടാൻ നിന്നാൽ അതിനെ നേരുണ്ടാകൂലോ. മൂവ് ഓൺ ചെയ്യണം അതിൽ നിന്നല്ല. എന്നാ ഞാനൊന്ന് കിടക്കട്ടെ, 3 ദിവസത്തെ ക്ഷീണമുണ്ട്. ആ, ഗുഡ് നൈറ്റ്. രുദ്ര, നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ രുദ്ര ഇങ്ങോട്ട് വരാൻ പാടില്ലെന്ന്? സരസ്വതി എന്റെ ഇന്നിവിടെ നിക്കുന്നില്ലെന്ന് പറഞ്ഞു. എന്നോട് നിക്കോന്ന് ചോദിച്ചാല് ഞാൻ നിക്കാന്ന് പറഞ്ഞു. അടേ, നിന്നോട് ഞാൻ എത്ര വട്ടം പറഞ്ഞാണ് ഇവിടെ കിടക്കാനായിട്ട് വരാൻ പാടില്ലെന്ന്. പിന്നെ ചാരു നമ്മുടെ തലയിലാവും. അമ്മ, ഞാൻ ഓളെ കൂടെ ഇവിടെ നിന്നെന്ന് വെച്ചാൽ എന്താ? ദേ രുദ്ര, എന്റെ കയ്യിൽ നല്ലത് കിട്ടണ്ടെങ്കിൽ നീ എന്റെ കൂടെ വന്നോ. അമ്മ, അമ്മ എന്തിനിങ്ങനെ ദുഷ്ടത്തരം ചെയ്യുന്നേ? നിന്നെ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ എനക്ക് വയ്യ. എന്തായാലും ചാരു ഒറ്റക്ക് നിന്ന് പഠിക്കട്ടെ. എപ്പോഴും അവൾക്ക് കൂട്ടിയിരിക്കാൻ നമ്മളെ കൊണ്ട് പറ്റോ? ഒറ്റയ്ക്ക് ജീവിക്കാൻ പഠിക്കട്ടെ. എന്തായാലും നീ ചാരുവിനോട് എന്താന്ന് വെച്ചാ പറഞ്ഞിട്ട് വാ. ചാരു, ചാരു, നീ ഇവിടെ ഒറ്റക്ക് നിക്കോ? ഞാനിപ്പോൾ ഒറ്റയ്ക്ക് തന്നെയല്ലേ രുദ്ര, ഒറ്റയ്ക്ക് നിന്നിനി പഠിക്കണം. സോറിടി, എനിക്ക് കുറച്ച് പണിയുണ്ട്, അതാ. ഏയ്, കുഴപ്പമില്ല. എനിക്കും ഒറ്റയ്ക്ക് നിൽക്കാൻ തോന്നുന്നുണ്ട്. അത് മനസ്സിനെ കുറച്ച് റിലാക്സ് ആക്കാൻ സഹായിക്കും. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മടിക്കാതെ വിളിക്കണേ.
എന്താ അത്? പോയി നോക്കണോ? ആരാ? ഇങ്ങോട്ട് വാടി. ആരെങ്ങളൊക്കെ? എന്നെ വിട്. ആരവരൊക്കെ? അറിയില്ല. ആരവരെന്ന് ഞാൻ കണ്ടുപിടിച്ചോളാം. അല്ല, താനെന്തിനാ ഈ സമയം വാതിൽ തുറന്നു വന്നേ? അല്ല, താൻ ഇവിടെ ഒറ്റക്കാണോ? ആരും തന്നെ കൂടെ ഇവിടെ ഇല്ലേ? ഇല്ല, എനിക്ക് ഒറ്റക്ക് നിൽക്കുന്നതാ ഇഷ്ടം. ഓക്കെ, പക്ഷെ നേരത്തെ വന്ന് ഇതിനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത് ആരാ അറിയോ? ഇല്ല, ഞാനും അമ്മയോ ഇവിടെയുള്ള സമയത്ത് ഇങ്ങനെ കുറച്ച് പേര് ശല്യപ്പെടുത്താൻ വരുത്തുണ്ടായിരുന്നു. അന്ന് അമ്മ കൂടെയുള്ളതുകൊണ്ട് പേടി തോന്നിയിട്ടില്ല. പക്ഷേ പേടിയുണ്ടെങ്കിൽ പിന്നെ എന്തിനാ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നേ? വാ, ഞാൻ നിന്നെ അപ്പുറത്തെ വീട്ടിലാക്കി തരാം. വേണ്ട, ആർക്കൊരു ഭാരം ഞാനായിട്ടാകുന്നില്ല. നിന്റെ കൂട്ടുകാരിയുടെ വീടല്ലേ അത്? കൂട്ടുകാരി തന്നെയാട്ടാ, പക്ഷേ വേണ്ട, അതവർക്കൊരു ഭാരമാകും. ഭാരമാകാനോ? ഞാൻ പോകില്ല. അവര് നിന്നെ വന്ന് വിളിച്ചില്ലേ? അയൽവക്കത്തല്ലേ? ചോദിക്കേണ്ടത് അവരുടെ മര്യാദയല്ലേ? രുദ്ര ചോദിച്ചതാണ് അവളുടെ അമ്മയോട്. ഞാൻ പിന്നീട് ഒരു ഭാരമാകുമെന്ന് അവളുടെ അമ്മ പറയുന്നത് ഞാൻ കേട്ടു. പിന്നെ ഞാൻ എങ്ങനെയാ? എന്നാൽ നീ എന്റെ വീട്ടിലേക്ക് വരുന്നോ? ഇല്ല. നീ ഇവിടെ സേഫ് ആയിരിക്കില്ല ചാരുലേഖ, അതാണ് ഞാൻ ചോദിക്കുന്നേ. എന്റെ വീട്ടിലേക്ക് വാ. വേണ്ട, ഞാനായിട്ട് ആർക്കൊരു ഭാരാകുന്നില്ല. പക്ഷേ എനക്ക് നിന്നെ ഇവിടെ ഒറ്റക്കാക്കി പോകാനും കഴിയില്ല. ഞാൻ നിന്നെ കല്യാണം കഴിച്ചോട്ടെ? മഞ്ഞിൽ കുതിർന്നാടും പൊന്നിന്നാട് ഒന്നൊന്നായഴിഞ്ഞു നിന്റെ നെഞ്ചിൽ ചെണ്ടുമല്ലിപ്പൂവിൽ നേർത്ത ചെല്ല കോപുലഞ്ഞു. മാലിയം മാറോടലിഞ്ഞു കണ്ണിൻ മാപോവിരിഞ്ഞു. ചാരു, ഭീമ, നിങ്ങൾ അവിടെ നിൽക്ക്, ഒരു ഫോട്ടോ എടുക്കട്ടെ.